കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. മിസ് ഒരു മിനിറ്റ് കേട്ടോ, എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി. പ്രയർ ഞാനാണേ. ഓക്കെ ഓക്കെ ശരി. അനുമോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? അപ്പോ മിസ്സേ പോയിട്ട് വന്നോളൂ. വീണ്ടും പോന്നു, നന്നായിട്ട് പോന്നു. ആ 17 മിസ്സേ. എന്തോ ടേം എക്സാം 17 ആയിരിക്കുമോ? അതെ, ഉറപ്പാണ്. മറ്റൊന്നുമില്ല. അതിനെന്താ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ എഴുതുന്നേ? എന്താ എക്സാമിന്റെ കാര്യം ഞാൻ ഈ ക്ലാസ് തീരിലേക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സാം എന്ന് പറയുമ്പോ പെട്ടെന്നൊന്നും ഓർമ്മയില്ലാത്ത പോലെയൊക്കെ തോന്നുന്നു എല്ലാവർക്കും. അതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ് അങ്ങനെ തോന്നുന്നത്. ഫുൾ ബ്ലാങ്ക് ആയിട്ട് പോലെ തോന്നണത്. അതൊക്കെ ശരിയാവും കേട്ടോ. പ്രയർ ആരാണ്? മിസ്സേ പ്രയർ ഞാനാ. പാടട്ടെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ, ഹൃദയക്ഷതയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധമായി താതാനാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപം തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. Thought of the day. മിസ്സേ ഞാനാണ്. പറഞ്ഞോട്ടെ. Learning gives creativity. Creativity leads to thinking. Thinking provides knowledge. Knowledge makes us to great. Thank you. Yes. Thank you. Signing. Good afternoon, teacher and my dear friends. Today, I would like to tell you a few words about mind. The mind is basically the control center of who we are. It's where our thoughts, feelings, memories, and decisions lie. In a simple way, you can think of the mind in three parts. That is, thinking. It includes understanding, learning, imagining, problem solving. And next one is feelings. That includes emotions like happiness, sadness, fear, excitement. And the third one is willing or doing. That includes making choices, self control, motivation. So, our mind is shaped by family and friends, school and surroundings, experiences,
habits and thoughts we repeat. So the mind is flexible with positive thoughts, healthy routine, talking to trusted people, and learning new skills. It can grow stronger over time. So every day is a chance to understand your mind better and use it in a healthy way. Thank you. Signing by Ramya. Okay, very good, very good. Okay, good afternoon to all. Good afternoon, Miss. Good afternoon. പാർട്ട് 4 ആണ് നിന്നോട്ടെ കേട്ടോ. പാർട്ട് 4 ആണ് നിൽക്കട്ടെ. യൂണിറ്റ് 7 വിഷ്ണു എടുത്തില്ല, ഞാൻ തന്നെ എടുക്കുന്നത് കേട്ടോ. മിസ്സേ, തിങ്കളാഴ്ച എനിക്ക് സ്കൂളിൽ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് മിസ്സേ. എല്ലാവരുടെയും പ്രാർത്ഥന വേണേ. കഴിഞ്ഞ ദിവസം CV കൊണ്ട കൊടുത്തു. ഒരാഴ്ചക്ക് ഇപ്പുറം വിളിയും വന്നു ഇന്റർവ്യൂവിന് ചെല്ലാൻ. ടെൻഷൻ. ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാന്നുള്ള ഉറപ്പ് ടെൻഷനാ. എന്തൊന്നും ചോദിക്കില്ല. നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട്, അറിയാത്ത ഉത്തരവെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം കേട്ടോ. മിസ്സേ, പെട്ടെന്ന് ഇംഗ്ലീഷ് ഒക്കെ ഫ്ലുവന്റ് പറയേണ്ടി വന്നാൽ പെട്ടെന്ന് കിട്ടത്തില്ല. അത് അറിയാതെ മലയാളം കയറി പറഞ്ഞു പോവും. അങ്ങനെയൊക്കെ വരുമ്പോ കിട്ടില്ലെങ്കിൽ മലയാളത്തിൽ തന്നെ പറയാം. നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏത് ഭാഷയിലാണെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവാ കേട്ടോ ഇന്റർവ്യൂല്. സ്കൂൾ ഏത് സ്കൂളാണ്? കൊടുങ്ങൂര് വിദ്യാനന്ദ വിദ്യാധിരാജ സ്കൂള്, കൊടുങ്ങൂര്. നല്ലൊരു സാരി കൊടുത്ത് നല്ല ടീച്ചറായിട്ട് പോയിട്ട് കേട്ടോ. ഓക്കെ മിസ്. നല്ല സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് സാരി എടുക്കണം. ഭയങ്കര കളറൊന്നും വേണ്ട. ഇന്റർവ്യൂസിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കില്ല. സാരി തന്നെ സാരി ഉടുക്കണം ആക്ട് ആയിരിക്കും കേട്ടോ. ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ ഇല്ലടാ, അപ്പം സാരി നിർബന്ധമാണ്. സാരി ഉടുത്തോണ്ട് പോവാണ് നമുക്ക് ഇച്ചിരി കൂടി പ്രയോറിറ്റി കിട്ടും. കോൺഫിഡന്റ് ആയിട്ട് തല ഉയർത്തി സംസാരിക്കണം കേട്ടോ. കണ്ണില് നോക്കി വർത്താനം പറയാം. ചിരിച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ അർച്ചന. താങ്ക് യു മിസ്. ഇവിടെ എന്തായാലും 7th എക്സാം ഉണ്ടാവും. അത് മാറ്റാൻ വഴിയില്ല കേട്ടോ, മാറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഇത്ര പാടൊന്നുമില്ല ഈ പരീക്ഷ. നിങ്ങൾക്ക് ഒരു ഓൺലൈനിൽ പെട്ടെന്ന് ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ, സെക്കൻഡല്ല കുറച്ച് മിനിറ്റ്സുകൾക്കുള്ളിൽ തീർക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. ഇതൊന്നും ആവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല കേട്ടോ. എവിടെ ഇരുന്നാണെങ്കിലും എക്സാം എഴുതാം. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് പരീക്ഷ എഴുതാം. ഉറക്കം വരെ പോയി. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോളേജിൽ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇരിക്കണം പേടിയും ടെൻഷനായിട്ട്. മിസ്സേ, മെയിൻ എക്സാം നൈറ്റിലായിരിക്കും മിസ്സേ? മെയിൻ എക്സാം വരുമ്പം രാത്രിയിലായിരിക്കും അതിന്റെ ടൈം വരുന്നത്? അത് രാത്രി ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൊക്കെ ഇരുന്ന് 7 to 8 അങ്ങനെയൊക്കെ ഇരുന്ന് നടത്താറുള്ളത്. ഇപ്പൊ ഇടയ്ക്ക് ടൈം പീരിയഡ് മാറ്റി സ്കൂളിൽ കയറേണ്ടി വരുവാണെങ്കിൽ ഇനി പകൽ സമയം ആക്കി കഴിഞ്ഞാൽ സംശയം. പറഞ്ഞോ. ഞാൻ ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഇന്റേൺഷിപ്പിന് പോയി തുടങ്ങും. ഓക്കെ, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. എവിടെ പോകുന്നത്? ഇവിടെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളില്. ഓക്കെ ഓക്കെ ഓക്കെ, നടക്കട്ടെ കേട്ടോ. ഓക്കെ മാം. മാം, നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ട്. എനിക്ക് ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ തടസ്സം? എക്സാം എഴുതാനുള്ള തടസ്സം? മാം, ഞാൻ രാവിലെ എത്തുള്ളൂ. എനിക്ക് പിന്നെ വീട്ടിലെത്തുമ്പോൾ ഉച്ച കഴിയും. പിന്നെ വൈഫൈയുടെ കാര്യം എനിക്ക് പെട്ടെന്ന് ഒന്ന് കണക്ട് ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിന്ന് വരില്ല ചിലപ്പോ. കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു ടൈം എന്തായാലും മാറ്റാൻ പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇത് എഴുതിയില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന എക്സാം ആണ്, ഇത് എഴുതിയില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, ഇനി വരുന്ന എക്സാം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജിഷ മിസ്സിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. മാം പറഞ്ഞു കുഴപ്പമില്ല, ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് അങ്ങനെ പ്രോബ്ലം ഉള്ളതല്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എനിക്ക് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സിറ്റുവേഷൻ, നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി, വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ 3 പേരുടെ ടിക്കറ്റിന്റെ പൈസയും പോകും. അതും ഒരു പ്രോബ്ലം.
അതെന്തായിക്കോട്ടെ, കുഴപ്പമില്ല. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ആ ലിങ്കിൽ കയറുന്ന അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കേസസേ ഉള്ളൂ കേട്ടോ. അതെന്തെങ്കിലും ചെയ്യാം. അല്ല, നമ്മുടെ ലാസ്റ്റ് റിസൾട്ടിൽ ഇതൊന്നും അതിന്റെ ഒരു അഫക്ട് ചെയ്യുമോ എന്നുള്ളൊരു പ്രോബ്ലം ആണ് എന്റെ മനസ്സിൽ. അപ്പൊ ഇതെങ്കിലും വേറെ ബാച്ചിന്റെ കൂടെ എക്സാം നടത്തുമ്പോ അതിന്റെ ഒപ്പം എഴുതിയാലും മതിയോ? ഓക്കെ, എനിക്ക് അതാണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല. അതും അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ആണ്. നമുക്ക് പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ട് അത് ആലോചിക്കാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. പൈസയുടെ നാട്ടിലേക്ക് പോരാണോ? ഞാൻ നാട്ടിലേക്ക് 1 month ഞങ്ങക്ക് വെക്കേഷൻ. 1 വർഷത്തിൽ കൂടുതലായി വന്നിട്ട്. എവിടെ സ്ഥലം എവിടെ? എന്റെ വീട് എറണാകുളമാണ്, ഹസ്ബൻഡിന്റെ ആലപ്പുഴ, അമ്പലപ്പുഴ. അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്കാ പോവാറ്. ഇതിപ്പോ കുറച്ച് സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണല്ലേ. അമ്മ വന്നു തന്നെ വീട്ടിലേക്ക്. ഓക്കെ, ശരി. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇത് കൂടി എടുക്കാനുണ്ടല്ലേ. യൂണിറ്റ് 7 എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇവിടെ ആദ്യം ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Education psychology is the application of psychological findings in the field of education. It is a systematic study of the development of the individual within the education settings. According to Charles E. Skinner, education psychology deals with the behavior of human beings in education situations. Education psychology അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ് അർത്ഥമാക്കുന്നത്? It's an application of psychological findings in the field of education, and it is a systematic study of the development of the individual within the education setting. എന്തായിരിക്കും വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. സിമ്പിൾ ആയിട്ടാണ് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിരിക്കും. ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിനെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി. സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. ഓക്കെ, ഏത് സെറ്റിംഗ്സിലാണ് നമ്മളിത് പഠിക്കുന്നത്? എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ. അതായത് വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയുടെ കേട്ടോ. ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഒരു ഇൻഡിവിജ്വൽ മീൻസ് ഒരു സ്റ്റുഡന്റിന്റെ വ്യക്തിഗത അയാളുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മൾ ഇവിടെ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ്, അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റഡ് ആയിട്ട് പഠിക്കുന്നത്. ശരിക്കും ഓവറോൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡെഫിനേഷനുള്ളൂ. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കേട്ടോ. ഇത്രയുള്ളത് പഠിക്കാനായിട്ട്. ആ ഡെഫിനിഷൻ പക്ഷെ പഠിക്കണം. ഈ പറഞ്ഞ എല്ലാ ഭാഗവും പഠിക്കണം കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ദെൻ ഇറ്റ്സ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ്. എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ വിത്തിൻ ദ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. ഓക്കെ, ഇനി അത് പോരാതെ തന്നെ നമ്മള് എഡ്യൂക്കേഷൻ സൈക്കോളജിയെ കുറിച്ചിട്ട് സ്കിന്നറുടെ അഭിപ്രായം പറയുന്നുണ്ട്. ചാൾസ് ഇ സ്കിന്നറുടെ അഭിപ്രായം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നതാണ് ആപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ഡെഫിനിഷൻ. എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ. ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, education psychology deals with the behavior of human beings in education situations. Underline ചെയ്യാട്ടത്. വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അതായത് സ്കൂൾ സെറ്റിംഗ്സിൽ കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. അതിന് മുൻപായിട്ട് കാര്യം വിട്ടുപോയത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഈ സൈക്കോളജിയുടെ ഏത് ബ്രാഞ്ചാണ്? ഏത് ബ്രാഞ്ച് ആയിരിക്കും? പ്യുവർ ആണോ? സൈക്കോളജി ആണ്. സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി ആണോ? ഉറപ്പാണോ? പ്യുവർ അല്ലേ?
അല്ലെങ്കിൽ പ്യുവർ ആണോ അപ്ലൈഡ് ആണോ? സൈക്കോളജി ആണോ? അതെങ്ങനെയാണോ അങ്ങനെ പറഞ്ഞ പ്യുവർ ആണെന്ന് പറഞ്ഞ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ജിഷ മാം പറഞ്ഞു പ്യുവർ ആണെന്നോ? അപ്ലൈഡ് ആണെന്ന്. പ്യുവർ ആണെന്ന് പറഞ്ഞു. അത് അപ്ലൈഡ് സൈക്കോളജി ആണ് അല്ലെ? അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെ? ഓക്കെ, അത് മറന്നു പോരുത് കേട്ടോ, മാറിപ്പോരുത്. നമ്മളെ ബ്രാഞ്ചസ് എല്ലാം പഠിച്ചിട്ടുള്ളല്ലേ? നിങ്ങൾ പ്യുവറിൽ ഏത് വരുന്നത്, അപ്ലൈഡിൽ ഏതൊക്കെ വരുന്നത് ഫുള്ള് പഠിച്ചേക്കണല്ലേ? പഠിച്ചിട്ടുണ്ട്. ആ ഓക്കെ. യെസ്. അപ്പോ സ്കിന്നറുടെ ഡെഫിനിഷൻ പഠിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ പറയുന്നത്? Thus, education psychology is a behavioral science with two methods. Applied. സ്കിന്നർ എന്നാണോ സൈക്കോളജിസ്റ്റിന്റെ പേര്? സ്കിന്നർ, ചാൾസ് ഇ സ്കിന്നർ. ഈ ആറില്ല അവിടെ അല്ലെ? ആറില്ല. SKINNER. ആറ് വേണം കേട്ടോ, ആറില്ല അവിടെ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോ? ഇല്ല, ഇട്ടോളൂ, ആറിട്ടോളൂ. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് രണ്ട് മെയിൻ റെഫറൻസസിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ രണ്ട് മെയിൻ റെഫറൻസസ് നമുക്ക് നോക്കാം. ഇതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. സ്കൂൾ സെറ്റിംഗ്സിൽ കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇറ്റ്സ് എയിം ടു പ്രൊഡ്യൂസ് അട്രാക്റ്റീവ് ചേഞ്ചസ് ഇൻ എ ചൈൽഡ് ഫോർ ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? Thus, education psychology is a behavioral science. The two main reference എന്ന് പറയുന്നത്, ഒന്നാമത്തെ റെഫറൻസ് എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയറും എഡ്യൂക്കേഷനും കൂടി ചേരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചത്? ഇത്ര ആലോചിച്ചാൽ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വ്യത്യാസം ഉണ്ടാവുന്നത്? നമ്മുടെ അച്ചടക്കം പഠിക്കും. ഓൾ റൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ലേ? ഓരോ ക്ലാസ്സുകൾ കഴിയുന്നതിനനുസരിച്ചിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെ? ഒരു ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിദ്യാഭ്യാസ ചുറ്റുപാടിൽ വളരുന്ന ഒരു കുട്ടി അല്ലെ, അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന്റെ ഹ്യൂമൻ ബിഹേവിയർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു കുട്ടി, അതായത് വിത്തിൻ സ്കൂളിനകത്ത് ഉള്ള കുഞ്ഞിലെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? അവന്റെ മൊത്തം പേഴ്സണാലിറ്റിനെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് അല്ലെ? നമ്മുടെ 3 to അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ കാലഘട്ടം മുഴുവൻ എന്ത് സംഭവിക്കുന്നുണ്ട് കുട്ടിയില്? ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അവരുടെ പേഴ്സണാലിറ്റിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ ഹ്യൂമൻ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന രണ്ട് റെഫറൻസസിന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഒന്ന് ടിക്ക് ചെയ്ത് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഭാഗം ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കും? എഡ്യൂക്കേഷൻ സൈക്കോളജി ലക്ഷ്യം എന്തായിരിക്കും? കുട്ടിയില് എല്ലാ തരത്തിലുള്ള വികാസം ഉണ്ടാക്കിയെടുക്കുക എന്നതിന്റെ പ്രധാന ലക്ഷ്യം അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? aims to produce attractive changes in child for the all round development of his personality. ഒരു കുട്ടിയെ സംബന്ധിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുട്ടിയിലെ പൂർണ്ണമായിട്ടും അവന്റെ വ്യക്തിത്വത്തിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതിനാണ് നമ്മള് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ നോർമൽ സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും രണ്ടിന്റെ ഡിഫറൻസ് എന്താണ്? സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രമല്ലേ, കൂടുതലും ആ ഏരിയയിലെ നോക്കുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് സൈക്കോളജി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്? സൈക്കോളജി ഡീൽസ് വിത്ത്
human behavior of human beings in education situations. അല്ലെ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിലുള്ള ഹ്യൂമൻ ബിഹേവിയർ ആണെന്ന് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. മറ്റത് എന്താണ്? ഓൾ റൗണ്ട് അല്ല സോറി എന്താണ് ഒരു ബിഹേവിയറിന്റെ മൊത്തത്തിലുള്ളതാണ് അല്ലെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള മനഃശാസ്ത്രമാണ് എന്ത് സൈക്കോളജി. ഓക്കെ, ഇതെന്താണ് ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഒരു കുഞ്ഞ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെ അവന്റെ പ്രധാനമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയോട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്റേഴ്സിന് പോലെയല്ല, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് ഇത് പഠിക്കാൻ കേട്ടോ. വ്യത്യാസമുണ്ട്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളല്ല ഇതിലുള്ളത്. ഓക്കെ, പക്ഷെ ഞാൻ എന്നിരുന്നാൽ പോലും കുറെയൊക്കെ ഒന്ന് പോയിന്റ്സ് ഒക്കെ ചെറുതാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ടുണ്ട് ടെക്സ്റ്റില്. യെസ്, പറഞ്ഞോളൂ കേട്ടോ. തുടക്കം ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഡെഫിനീഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡെഫിനീഷൻ ക്ലിയർ ആണ്. ഓക്കെ, അതിന്റെ എയിം എന്താന്ന് മനസ്സിലായോ? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ എയിം എന്താണ്? എയിം എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യണോ? എയിം അണ്ടർലൈൻ ചെയ്യണോ? എയിം അണ്ടർലൈൻ ചെയ്യണം. Okay, it's aimed to produce attractive changes in a child for the all-round development of his personality. അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ എയിം എന്ന് പറയുന്നത്. ഡെഫിനേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചത് ചാൾസ് സ്കിന്നറുടെ ഡെഫിനേഷൻ. എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ്. Okay. ഇനി ഞാൻ പറയുന്ന 2 പോയിന്റും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട 2-3 പോയിന്റ്സ്. ഇറ്റ്സ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. ഇറ്റ്സ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. ഇറ്റ്സ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. നോട്ട് ചെയ്യാം കേട്ടോ. It is a study of, second point, it is a study of human behavior in education situation. It is the study of human behavior in education situations. It is the study of human behavior in education situations. Okay, 2 point എഴുതിയോ? X1, it is concerned with. ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസേൺ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദീസ് ഫാക്ടേഴ്സ്. എഴുതിക്കോളൂ. ദീസ് ഫാക്ടേഴ്സ് എഴുതിട്ട് ഒരു കോമ ഇടാം. ദീസ് ഫാക്ടേഴ്സ്, THESE, ദീസ് ഫാക്ടേഴ്സ്, കോമ ഏതൊക്കെയാണ്? Principles, principles, principles and techniques, and techniques, principles and techniques which relate to the various aspects, which relate to the various aspects of a child's, child apostrophe s ട്ടോ, child's growth and development. ഒന്നുകൂടി വായിക്കാം. It is concerned with these factors, principles and techniques which relate to the various aspects of a child's growth and development. Okay, correct ano? Yes. Then 4th point, it is concerned with the
It is concerned with the learning situation, learning situation, learning situation, and process by process and process by and process by mute ചെയ്തേ. Process by which learning can be, which learning can be, which learning can be, ലേണിംഗ് ആണോ? which WHICH, which learning can be more efficient and effective, more efficient and effective, more efficient and effective. Okay. എഴുതിയോ? Yes. ഒന്ന് വായിച്ചു നോക്കിയേ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ അപ്ലൈഡ് ബ്രാഞ്ചിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ? യെസ്. ഇതിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺസേൺ ചെയ്യുന്നുണ്ട്? പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, അതായത് വിദ്യാഭ്യാസ സെറ്റിംഗ്സിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ടെക്നിക്സും പ്രിൻസിപ്പിൾസുമാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ട് കൂടിയാണ്? കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രിൻസിപ്പിൾസും ടെക്നിക്സുകളും കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ലേണിംഗ് സിറ്റുവേഷൻ ആൻഡ് പ്രോസസ് ബൈ വിച്ച് ലേണിംഗ് ക്യാൻ ബി മോർ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം കൊണ്ട് ലേണിംഗ് സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയുള്ളതാക്കി തീർക്കാൻ സാധിക്കുന്നു? എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പഠനം സാധ്യമാക്കാൻ സാധിക്കുന്നു. ഓക്കെ. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ അപ്രോച്ചസിൽ ഇത്തരം ഒരു അപ്ലൈഡ് ബ്രാഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പോ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും ചൈൽഡ് സൈക്കോളജിയും ഡെവലപ്മെന്റൽ സൈക്കോളജിയും നിങ്ങൾ പഠിച്ചേ മതിയാവും. ഓക്കെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഇതും കേട്ടോ. അപ്പൊ അത് ഓരോന്ന് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിച്ചല്ലേ നമ്മൾ സൈക്കോളജി പഠിച്ചപ്പോ? ചൈൽഡ് സൈക്കോളജി എന്താണ്, ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താന്നൊക്കെ രണ്ടും പ്രത്യേകമായി പഠിച്ചു തന്നിട്ടുണ്ടല്ലോ. ഓക്കെ. ടെക്സ്റ്റിലുണ്ട്, അറിയാത്തവര് ടെക്സ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. Thus, education psychology is primarily concerned with understanding the process of teaching and learning that plays within formal surroundings and developing ways of improving those methods. It covers important topics like learning theory, teaching methods, motivations, cognitive, emotional, and moral, and parent-child relationships, etc. Okay. Yes. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഇവിടെ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻസിനെ കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് ഒരിക്കലും ഹാർഡ് ആക്കാൻ വേണ്ടിയിട്ടല്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയാറില്ലേ ക്ലാസ്സിൽ പോകുമ്പോൾ കണ്ടന്റ്സ് പഠിപ്പിക്കുന്നതിന് കൂടുതൽ നമ്മൾ കുട്ടികളെ അറിയണമെന്ന് പറയുന്നത്. കുട്ടികൾ അറിഞ്ഞിട്ടാണ് നമ്മളുടെ കണ്ടന്റ്സിലേക്ക് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ. യെസ്. അതിന് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിക്കുന്നത്. ഓക്കെ. അപ്പോ കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ കുറച്ച് തിയറീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സ്, ടെക്നിക്സുകൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിദ്യാഭ്യാസ സാഹചര്യത്തിലേക്ക് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ടോപ്പിക്സുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ വരുന്നതാണ് എന്ത്? ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറീസ് ഒരെണ്ണമല്ല, ഒരുപാടുണ്ട് കേട്ടോ. ലേണിംഗ് തിയറീസ് ഒരെണ്ണമല്ല, ഒട്ടനവധി തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു തിയറിയാണ് തൊണ്ടേക്ക് എന്നൊരു സൈക്കോളജിസ്റ്റിന്റെ തിയറി. ഓക്കെ.
ട്രയൽ ആൻഡ് ഇറർ തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. ട്രയൽ ആൻഡ് ഇറർ തിയറി അറിയാൻ പറ്റും അല്ലേ? ഒന്നുകൂടി പറയോ? എഴുതണ്ട കേട്ടിരുന്നാ മതി, എഴുതണ്ട. ഓക്കെ, യെസ്. നിങ്ങൾക്കത് പഠിക്കാനില്ല, അത് തിയറീസിൽ പഠിക്കാനുള്ള പേര് മാത്രം പറഞ്ഞോളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറി ആണ് ട്രയൽ ആൻഡ് ഇറർ തിയറി എന്ന് പറയുന്നത് കേട്ടോ. കൊണ്ടേക്കാണ് അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് തിയറി കൊണ്ടുപോകുന്നത്. ഓക്കെ, അതായത് കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ 3 രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്ന 3 തിയറി അനുസരിച്ച് പറയുന്നത്, കുട്ടി വില്ലിങ് ആവുമ്പോൾ, എപ്പോഴാണ് കുഞ്ഞ് റെഡി ആവുന്നത് അപ്പോൾ മാത്രം നമ്മൾ പഠിപ്പിക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ, തിയറിയുടെ കുറച്ച് എസെൻസ് മാത്രമാണ് പറയുന്നത്. ഇനി എപ്പോ വില്ലിങ് ആണ്, റെഡി ആവുന്ന സമയത്ത് മാത്രം അവനെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ മാത്രം എന്താണ് കുട്ടി പഠിക്കുള്ളൂ. നമ്മൾ എത്ര പ്രഷറൈസ് ചെയ്ത് കൊണ്ടുവരുത്തിയാലോ കുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടോ, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കും, മെന്റലി പ്രസൻസ് ഉണ്ടാവില്ല അവിടെ. ഓക്കെ, ഒരു കാണിക്കും, നമ്മൾ പറയില്ലേ എന്തോ അഭിനയം കാണിച്ചുള്ള ഒരു പഠനം എന്നൊക്കെ പറയില്ലേ, എന്തോ നമ്മളെ കാണിക്കാൻ വേണ്ടി പഠിക്കാന്നൊക്കെ പറയില്ല, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും കുഞ്ഞ് വില്ലിങ് അല്ലാത്ത സമയത്ത് നമ്മൾ അവരെ പഠിപ്പിക്കരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് അവരോട് നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യും അല്ലെ. ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇന്ററാക്ട് ചെയ്യും, സംസാരിക്കും, പിന്നെ അവരുടെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങൾ ചോദിക്കും. ടീച്ചർ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും, പഠിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പൊ എന്താണ് കുട്ടികളോട് വില്ലിങ് ആയി വരുന്നത്, നമ്മൾ ഇവിടെ ക്ലാസ് മുറിയിൽ നമ്മൾ വില്ലിങ് ആക്കിയിരിക്കണം. അല്ലാത്ത സിറ്റുവേഷൻസ് എന്താണ്, കുട്ടി എപ്പോഴാണോ പഠിക്കാൻ വില്ലിങ് ആവുന്നത് ആ സമയത്ത് മാത്രം പഠിപ്പിക്കാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ തിയറിയില് പറയുന്ന ഒരു മെത്തേഡാണ്, നമ്മൾ ഒരു പ്രാവശ്യം മാത്രം കുട്ടികളെ പഠിപ്പിച്ചാൽ മാത്രം മതിയോ? ഒരു പ്രാവശ്യം ഒരു കണ്ടന്റ് ഒരു പ്രാവശ്യം പഠിപ്പിച്ചാൽ മതിയോ? ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ തലയിൽ കയറും. ഒരു പ്രാവശ്യം മാത്രമാണോ അത് ചെയ്യേണ്ടത്? അല്ല, വീണ്ടും വീണ്ടും ഒരു പഠിപ്പിക്കണം. പ്രാവശ്യം പഠിച്ചാൽ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും പഠിപ്പിക്കണം. യെസ്, വീണ്ടും വീണ്ടും പഠിക്കാൻ, യെസ്, വീണ്ടും വീണ്ടും പഠിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുക. ഓക്കെ, യെസ്. മൂന്നാമത് പറയുന്നത് എന്താണ് അദ്ദേഹം? മൂന്നാമത് എന്തായിരിക്കും? നമ്മൾ ഒരു പ്രാവശ്യം വില്ലിങ് ആക്കി അത് പഠിക്കാൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തു. മൂന്നാമത്തെ എന്തായിരിക്കും? മൂന്നാമത്തെ എന്താണ്? അവര് തന്നെ വില്ലിങ് ആയി ഒന്നുകൂടി വരും. അവര് തന്നെ മോട്ടിവേഷൻ കൊണ്ട് അവര് തന്നെ പഠിക്കാനുള്ള തയ്യാറെടുപ്പിൽ പ്രിപ്പയർഡ് ആവും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ആ ഒരു തിയറി പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ടീച്ചറായിട്ട് ഒന്നും പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ ലേണിംഗ് തിയറീസിന്റെ ഭാഗമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. യെസ്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ടീച്ചിങ് മെത്തേഡ്സിന്റെ പലതരത്തിലുണ്ട്. ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്? ലെക്ചർ മെത്തേഡ് ഉണ്ട്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഉണ്ട്, പിന്നെന്താണ്, പിന്നെ ഏതൊക്കെ അറിയാം മെത്തേഡ്? ലെക്ചർ മെത്തേഡും സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് അല്ലാണ്ട് വേറെ ഏതൊക്കെ മെത്തേഡ് ഉണ്ട് പഠിപ്പിക്കാനായിട്ട്? എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ മെത്തേഡ്സ് ഉണ്ട്. പല രീതിയിൽ നമ്മള് ടീച്ചിങ് അപ്രോച്ചസിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് പേരുകൾ മാത്രം ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ, എക്സ്ട്രാ പറഞ്ഞു തരുന്നതാണ്. പിന്നെ യെസ്, അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്താണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ ക്ലാസ് എടുക്കണം. എങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ ക്ലാസ് എങ്ങനെ എടുക്കും? എങ്ങനെയായിരിക്കും എടുക്കുന്നത്? സ്റ്റോറി പറയുമ്പോൾ നമ്മളെ കണ്ടന്റ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ലെക്ചർ മെത്തേഡ് എങ്ങനെയായിരിക്കും? ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതുപോലെ തന്നെ ചുമ്മാ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക. ഓക്കെ, ലെക്ചർ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? എന്തോ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിരിക്കും അത് ലെക്ചർ മെത്തേഡ്. അവിടെ ആരാണ് ടീച്ചർ മാത്രം അവിടെ ടീച്ചർ അല്ലെ? യെസ്, ഓൺലി ടീച്ചർ. ട്രഡീഷണൽ സെന്റേർഡ് മെത്തേഡ് ആണെന്ത്? ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. മോഡേൺ അപ്രോച്ച് ആയിട്ടില്ലേ, മോഡേൺ മെത്തേഡ്സിലാണ് എന്ത് വരുന്നത്? കുട്ടികളാണ് അവിടെ ഫെസിലിറ്റേറ്റർ, അല്ല ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. കുട്ടികൾ ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഉണ്ട്, ടീച്ചർ സെന്റേർഡും ഉണ്ട്, ചൈൽഡ് സെന്റേർഡും ഉണ്ട്. അതിൽ ടീച്ചർ സെന്റേർഡിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സെന്റർ പോയിന്റിൽ നിൽക്കുന്ന ആരാണ്? ടീച്ചറാണ്. ചൈൽഡ് സെന്ററിൽ ആരാണ്? ചൈൽഡ് സെന്ററിൽ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആയിരിക്കും അല്ലെ. കുട്ടികളാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പല ടീച്ചിങ് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലെക്ചർ ചെയ്യാൻ പറ്റണം. ലെക്ചർ ക്ലാസ് കൊടുക്കുന്നതിൽ ഒരു വെറൈറ്റി ഉണ്ട്.
കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റണം, കുട്ടികളെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റണം. ലെക്ചർ മെത്തേഡ് അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ലെക്ചറാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് സ്റ്റോറി ടെല്ലിങ്. പക്ഷെ സ്റ്റോറി പറയുമ്പോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കണ്ടന്റ് ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടാവണം. ഓക്കെ, പഴയ കഥകളൊന്നും അല്ല പറയുന്നത്, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കണ്ടന്റ് ഒരു സ്റ്റോറി രൂപത്തിലാക്കാനും പറ്റും. ഓക്കെ, നമ്മുടെ MT40 ഒരു കുട്ടി സെമിനാർ എടുത്തു. അത് ഏറ്റവും ഡ്രൈ ടോപ്പിക്കാണ് കുട്ടി എടുത്തത്. ഏറ്റവും ഡ്രൈ ടോപ്പിക്, അതായത് എന്തോ ഒരു ആക്ടിനെ കുറിച്ച് പറയാന്. ഞാൻ ഇതുവരെ ഒരാൾ ഇതേപോലെ ക്ലാസ് എടുക്കണം കണ്ടിട്ടില്ല. കാരണം അങ്ങനെ നമുക്ക് എല്ലാ ടോപ്പിക്സുകളും കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. സ്റ്റോറി ടെല്ലിങ്ങില് കഥാരൂപീകരണം നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ടോപ്പിക് ആയിരിക്കണം. ഇതൊരു ആക്ടിനെ വളരെ രസകരമായി, ഞാൻ വിചാരിച്ച ആൾ കഥ, പക്ഷെ എനിക്ക് കഥ പറയുന്ന പോലെയാണ് ഓരോ കണ്ടന്റ്സും പറഞ്ഞത്. ഭയങ്കര കപ്പാസിറ്റിയാണ് കേട്ടോ. അത് ഒരിക്കലും ഒരു പരിപാടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. പക്ഷെ അങ്ങനെ അത് എടുത്തു. അപ്പൊ അന്നാണ് ഞാൻ ആൾക്കായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് ഇതാണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. അപ്പോഴാണ് അവർക്ക് ആ കുട്ടിക്ക് അറിയാൻ പാടില്ലായിരുന്നത്. ആ കുട്ടി ആദ്യമായിട്ടാണ് ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുന്നത്. പക്ഷെ നല്ല ടീച്ചിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, കുട്ടികളെ നമുക്കത് എന്തിനു വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ ആ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർക്കത് വ്യക്തമായിട്ട് പഠിപ്പിക്കണമെങ്കിലാണ് നമ്മൾ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉപയോഗിക്കുക. അതേപോലെ പല മെത്തേഡ്സ് നമുക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാം. കുട്ടികളെ കൊണ്ട് ക്ലാസ് എടുക്കാം നമുക്ക്. ഓക്കെ, ചൈൽഡ് സെന്ററുകളിലൊക്കെ നമ്മൾ കുട്ടികളാണ് ഇവിടെ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ യെസ്, അപ്പൊ ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സുകളാണ് കേട്ടോ. ഓക്കെ, യെസ്, നെക്സ്റ്റ് എന്താണ് മോട്ടിവേഷണൽ തിയറീസ്. ഒരുപാടുണ്ട് അല്ലെ. നമുക്ക് ഏറ്റവും ലൈഫിൽ എല്ലാവർക്കും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ മാറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റിനെ തന്നെ മാറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. നിങ്ങളൊരു കാര്യം ചെയ്തു, ചെറിയ കാര്യമൊക്കെ ചെയ്തെങ്കിലും വെരി ഗുഡ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നോ? പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാൻ തോന്നും അല്ലെ, കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ തോന്നും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ ആണ് അവർക്ക് ഏറ്റവും, സ്നേഹത്തെക്കാൾ കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നത് ഭയങ്കര ഒരു ഇതായിരിക്കും. അതായത് പ്രചോദനം എന്ന് പറയുന്നത് നമുക്കത് സ്പീച്ച്ലെസ് ആണ്, അത് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. ആർക്കാണെങ്കിലും വലിയവനും ചെറിയവനും ഒന്നുമില്ല. പക്ഷെ എസ്പെഷ്യലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ നോക്കുമ്പോൾ മോട്ടിവേഷൻ ടെക്നിക്സ് കുട്ടികളെ തന്നെ മാറ്റിയെടുക്കാൻ, അതന്നെ അവന്റെ അക്കാദമിക് ആയിട്ടും പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് മോട്ടിവേഷൻ സഹായിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ പഠിച്ച കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറീസ് ഓർമ്മയുണ്ടോ പഠിച്ചത്? യെസ്, അതെല്ലാം നമുക്ക് ഈ സ്കൂൾ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് അറിയാം ഓരോ കുട്ടികൾ ഏതേത് സ്റ്റേജിൽ ഏതൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് കുട്ടിക്ക് നടത്തുന്നത് അല്ലെ. സെൻസറി മോട്ടോർ സ്റ്റേജിൽ കുട്ടി എങ്ങനെയാണ്, പ്രീ ഓപ്പറേഷനിൽ എങ്ങനെയാണ്, ഫോർമറിൽ എങ്ങനെയാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. നമ്മളത് ഓൾറെഡി അറിഞ്ഞുകൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത് അല്ലെ. അത് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിയറീസ് ഒക്കെ പഠിച്ചു തന്നത്. ക്ലാസ്സിൽ പോയി അതൊക്കെ അപ്ലൈ ചെയ്യണം, നമ്മൾ അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതായത് തിയറീസിന്റെ ഒക്കെ ബേസിക് നമ്മൾ നമ്മുടെ ക്ലാസ്സിലാണ് കാണിക്കുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഠിച്ച തിയറീസ് ഒന്നിനും വേണ്ടിയിട്ടല്ല, വെറുതെ മടക്കി വെക്കാനുള്ളതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തിയറികളാണ്. ഓക്കെ, തിയറീസ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, പിന്നെന്താണ് ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് പഠിച്ചതല്ലേ? പക്ഷെയാണ്. ഓക്കെ, കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെയാണ് അല്ലെ. യെസ്, പെർമനന്റ് ആണോ ഇമോഷൻസ് കുട്ടികളുടെ? അല്ല, ടെമ്പററി ആണ്. പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. ഒരു ഇമോഷൻസിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസ് ആണ് അല്ലെ. മാത്രമല്ല അവർ ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് അത് പുറത്തേക്ക് വരും അല്ലെ. വിഷമിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, ചിലപ്പോ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നോ അല്ലെങ്കിൽ പിങ്ങി പൊട്ടി നിൽക്കുന്നുണ്ടോ അല്ലെ. നമുക്കത് അവരെങ്ങനെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഇൻഡയറക്റ്റ് ആയിട്ട് അത് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഇമോഷൻസിനെ കുട്ടികൾക്ക് ഒരു പരിധി വരെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഏജ് അനുസരിച്ച് മാറ്റം വരും. സ്റ്റേബിൾ ആവും, ഇമോഷൻസ് സ്റ്റേബിൾ ആയി വരുന്ന കുട്ടികളിൽ അത് മാറ്റം വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ആ ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ സൊസൈറ്റിനോടുള്ള ആ ഒരു അവരുടെ ഒരു ആക്ടസ് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇടപെടാൻ എല്ലാ കുട്ടികൾക്കും പറ്റണമെന്നില്ല അല്ലെ. സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് എല്ലാവരും ജീവിതം നയിക്കുന്നില്ല. ചില കുട്ടികൾ സൊസൈറ്റിയിൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന കുട്ടികളല്ല. അതെല്ലാം തന്നെ അവരെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നാണ് അല്ലെ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആവാം, കമ്മ്യൂണിറ്റി ആവാം, എന്തൊക്കെയാവാം. ഓക്കെ, യെസ്, പിന്നെന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആണ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ്. എന്താണ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്? കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ഒരു ബോണ്ട്. ബോണ്ട്. ഓക്കെ,
രക്ഷകർത്ത അങ്ങനെ എന്താ പറയാ നമ്മള് മലയാളത്തിൽ അതിനെ രക്ഷകർത്ത കുട്ടി ബന്ധങ്ങൾ എന്ന് വേണ്ടി പറയാം അല്ലെ? പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ് എന്ന് പറയാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണോ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ്? അതെങ്ങനെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ പറയാം? തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ് മിസ്സേ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. പാരന്റും കുട്ടികളും തമ്മില് ചെറുപ്പം മുതലേ ഒരു പാരന്റ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തില് നന്നായിട്ട് നമ്മൾ മുന്നോട്ട് വന്നാൽ മാത്രമാണ് കുട്ടികൾ വീട്ടിൽ വന്നിരുന്നാണെങ്കിലും സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്ന പാഠങ്ങൾ വീട്ടിൽ വന്ന് പഠിക്കണമെങ്കിൽ തുടക്കം മുതലേ ഒരു പാരന്റിന്റെ ഒരു പ്രോത്സാഹനം ഉണ്ടാവണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് വീട്ടിൽ വന്ന് പഠിക്കാൻ തോന്നില്ല. അപ്പൊ ഞാൻ അക്കാദമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ പാരന്റ്സിന്റെ അല്ല, അക്കാദമിക് കാര്യങ്ങൾക്ക് മാത്രമല്ല, കുട്ടിയുടെ ഒരു സ്വഭാവ രൂപീകരണത്തിനും പാരന്റ്സ് വളരെയധികം സ്ഥാനം ഉണ്ടാവും. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജിയില് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ പറയുന്നത് നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതായത് കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. നമ്മുടെ അടുത്ത ഫാക്ടേഴ്സ് വരും കേട്ടോ. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് അവന്റെ ചുറ്റുപാട് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമാണ് അവരുടെ ഫാമിലി കേട്ടോ. ഫാമിലി എങ്ങനെയാണെന്നുള്ളത് കൂടി നമ്മൾ ഓൾറെഡി ഇത് സൈക്കോളജി ആണ് അല്ലെ. വിദ്യാഭ്യാസ സാഹചര്യത്തിലുള്ള കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നമ്മൾ നോക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിലൊരു ബേസിക് ഫാക്ടറാണ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ് അല്ലെ. അതെങ്ങനെ പോകുന്നത് കൂടി നമ്മൾ അതെങ്ങനെയാണ് കുട്ടികളുള്ളത് കൂടി നമ്മൾ മെഷർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കുറവാണെങ്കിൽ കൂട്ടാനുള്ള മെഷേഴ്സ് കൊടുക്കുക, കൂടുതലാണെങ്കിൽ അത് നിയന്ത്രിക്കാനായിട്ടും. ചിലവര് കുട്ടികളെ ലാളിച്ച് വഷളാക്കുന്നുണ്ട്, ഓവർ പാരന്റിംഗ് ഒക്കെ എനിക്കറിയാം. അതിന് എന്തിനും ഏതിനും കെയർ കൊടുത്ത കുഞ്ഞിനെ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പോലും അറിയാൻ പറ്റില്ല. അങ്ങനെയൊന്നും നിങ്ങൾ കുട്ടികളെ വളർത്തരുത് കേട്ടോ. അവരവര് സ്വന്തമായിട്ട് ചെയ്തോട്ടെ. ഇതിനാണ് നമ്മൾ അമ്മമാര് ഭയങ്കര പ്രശ്നമാണ് ചില കാര്യങ്ങൾക്ക് അല്ലെ. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുട്ടി എങ്ങനെയോ ആയിരിക്കും അല്ലെ. അങ്ങനെ ആക്കിയെടുക്കരുത് അല്ല. നമുക്ക് ഇച്ചിരി കൂടുതലല്ലേ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. ബെസ്റ്റ് ആണ് നമ്മളതല്ല. നമുക്കതിൽ 100 മാർക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ പറയണ്ടെന്നല്ലേ പറയുന്നത്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാല് അവർക്ക് അവരുടെ തോന്നി വഴിക്ക് പോകും. നമ്മൾ ഈ പറയുന്നത് കുറച്ച് സമയത്തേക്ക് നമ്മൾ പറയുന്നതൊക്കെ ഇപ്പൊ ഈ ചെറിയ കുട്ടികളെ ഇപ്പൊ ലുധിയാന കുട്ടിക്ക് എത്ര വയസ്സാണ്? 3 വയസ്സാണ് 2 വയസ്സാണ്. ഒരു 5-6 വയസ്സ് വരെ കേൾക്കും. 7-8 വയസ്സ് വരെ ഇതേ പോകും. 8 വയസ്സ് വരെയൊക്കെ നമ്മുടെ ഇതിൽ നിൽക്കും. അത് കഴിഞ്ഞ് അവരുടെ മൈൻഡിൽ പോകും കേട്ടോ. അവരവരുടേതായ രീതിയിൽ അവർ പക്വത പ്രാപിക്കും. മെച്യൂർഡ് ആവുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള ആവശ്യകതകൾ അവർക്ക് കുറഞ്ഞു വരും. ഓക്കെ, അങ്ങനെ ആക്കിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. നമ്മൾ വന്നത് പോണൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പൊ ജീവിതത്തിലും അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനും കൂടി പഠിപ്പിച്ചു കൊടുക്കണം. ഒറ്റയ്ക്ക് നമ്മളില്ലാത്തൊരു സാഹചര്യം എല്ലാവർക്ക് ജീവിക്കണ്ടേ അല്ലെ. അങ്ങനെ കൂടി ചിന്തിക്കാം. ഓക്കെ, യെസ്. അപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത കുട്ടികളുടെ ഇതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇത്തരം മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടാണ് കുട്ടികളെ അവരെ ഓൾ റൗണ്ട് പേഴ്സണാലിറ്റീസിൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം നമ്മളവിടെ ഉപയോഗിക്കുന്ന ലേണിംഗ് തിയറീസിൽ ഓരോ സൈക്കോളജിസ്റ്റ് കണ്ട തിയറീസിൽ ആ തിയറീസിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ് മുറിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് കുട്ടികളിൽ എത്രത്തോളം ആക്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങളും ചെയ്തു നോക്കിയേ. ഇപ്പൊ തൊണ്ടേക്ക് പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹം പരീക്ഷണം നടത്തിയത് ഒരു പൂച്ചയിലാണ്. അറിയോ, മനുഷ്യരിലല്ല. നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ ആരും മനുഷ്യരിലല്ല ആദ്യം പരീക്ഷണം നടത്തിയത്. അതുകൊണ്ടാണ് മനുഷ്യന്മാരെങ്ങനെ പരീക്ഷണം നടത്താൻ പറ്റാത്ത ടീമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആദ്യം പരീക്ഷണം നടത്തിയത് ഒരു പൂച്ചയിലാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങളത് ലേണിംഗ് തിയറീസ്? ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയൽ എറർ രണ്ടിന്റെ അർത്ഥം എന്താണ്? ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് ട്രയൽ എന്ന് പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ നമ്മൾ പരിശീലിക്കുക. അതായത് ട്രയൽ സംഭവിക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ തിയറിയില് അദ്ദേഹം അതിനെ അറിയാൻ പറ്റും അല്ലെ. തിയറി അതിനെ പഠിച്ചിട്ടുള്ളതാണ്. യെസ്, എന്താണ്? അദ്ദേഹം ഒരു കൂട് ഉണ്ടാക്കി. ഒരു പൂച്ചയ്ക്ക് ഒരു കൂട് ഉണ്ടാക്കിയതിന് ശേഷം കൂട്ടിൽ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
എന്നിട്ട് ആ കൂടിന്റെ ഓപ്പോസിറ്റ് ഒരു ഭാഗത്തായിട്ട് ഒരു ഉണക്കമീൻ വെച്ചു. ഓക്കെ, ഉണക്കമീനില്ലേ, ഉണക്കമീൻ എന്നല്ലേ ഇനി പറയുന്നത്? ആ, ഫിഷ്. ഓക്കെ, ഇത് വെച്ചതിന് ശേഷം എന്താണ്, അത്ര സമയം ആ പൂച്ച അത് കണ്ടിട്ടില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ പൂച്ച അത് കണ്ടു. പൂച്ച കണ്ടിട്ട് എന്ത് ചെയ്തു? പൂച്ചയ്ക്ക് അത് എടുക്കണമെങ്കിൽ പൂച്ച അവിടെ കിടന്ന് മാക്സിമം പരിശ്രമിച്ചു. എങ്ങനെ ആ പൂച്ചയ്ക്ക് അത് ഓപ്പൺ ചെയ്യാം? അത് വേറൊരു ബോക്സിലാണ്, കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത ബോക്സ്. പൂച്ച പല പ്രാവശ്യം പരിശ്രമിച്ചു, ട്രൈ ചെയ്ത് രക്ഷയില്ല. പക്ഷെ പൂച്ച അവിടെ പരിശ്രമം നിർത്തിയോ? പൂച്ചയുള്ള ആള് നിർത്തോ? ഇല്ല. പൂച്ചയുടെ ലക്ഷ്യം എന്താണ്? അത് എടുക്കണമെന്നാണ് അല്ലെ? പക്ഷെ ഇത് താഴിട്ട് പൂട്ടി വെച്ചേക്കുന്ന സാധനം ഇത് എങ്ങനെ ലോക്ക് ഓൺ ചെയ്യും? നമ്മള് ലോക്ക് എങ്ങനെ തുറക്കും? പൂച്ച വീണ്ടും എന്ത് ചെയ്തു? പരിശ്രമിച്ചു. ലാസ്റ്റ് പൂച്ച, അതായത് വില്ലിംഗ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾ നിൽക്കുകയാണ് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്തു? എങ്ങനെയോ ആ പൂട്ട് തുറന്നു. പൂച്ചയ്ക്ക് എന്ത് കിട്ടി? മീൻ കിട്ടി. എന്നാണ് ഈ തിയറി. ഇങ്ങനെയാണ് അത് ശരിക്കും പരീക്ഷണം നടത്തിയത്, ഒരു പൂച്ചയിലൂടെയാണ്. അപ്പൊ പൂച്ച എന്താ ചെയ്തത്? വീണ്ടും പ്രാക്ടീസ് ചെയ്ത് അത് സംഭവിച്ചു അല്ലെ? പരിശ്രമിച്ചു, പിന്നെയും തെറ്റ് സംഭവിച്ചു, സംഭവിച്ചു. ലാസ്റ്റ് എന്താണ്? ആളെ ആപ്റ്റ് ആയിട്ട് അതിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, യെസ്, അങ്ങനെ ഒരു തിയറി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാവ്ലോവിന്റെ തിയറി ഉണ്ട്, ഇവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അദ്ദേഹം നടത്തിയത് പട്ടിയിലാണ്, ഒരു ഡോഗിലാണ് പരീക്ഷണം നടത്തിയത്. ഓക്കെ, അങ്ങനെ ഒരു തിയറീസ്. അപ്പൊ ഇവരെല്ലാം ആദ്യ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ആരിലാണ്? മനുഷ്യനല്ല, അനിമൽസിലാണ് ആദ്യം. അതേപോലെ തന്നെ കുരങ്ങില് പരീക്ഷണം നടത്തിയിട്ടുണ്ട്, കുരങ്ങ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആലോചിക്കും, മനുഷ്യന്റെ ബിഹേവിയറിനേക്കാൾ വ്യത്യാസമല്ലേ അനിമൽസിന്റെ ബിഹേവിയർ? ആണോ? വ്യത്യാസമുണ്ടോ? പക്ഷെ ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്തോ മനുഷ്യരുടെ പഠനത്തിലേക്ക് വേണ്ടിയിട്ടാണ് മൃഗങ്ങളുടെ പഠനം അവർ നടത്തിയത്. മൃഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് വരാൻ. അതെ, ആ ഒരു തിയറിക്ക് ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ പരീക്ഷണത്. പിന്നീട് എന്താണ്, മനുഷ്യരിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളിൽ ഇത് നമ്മൾ പല രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ, ഐക്യു ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയത്. അതിന്റെയൊക്കെ ഭാഗത്തിന് ശേഷമാണ് തിയറീസ് ഒക്കെ രൂപപ്പെട്ടതിന് ശേഷം അതിലോട്ടൊക്കെ വരവ് തുടങ്ങിയത്. ഓക്കെ, ഇതൊന്നും ഒരിക്കലും ചെറിയ സബ്ജക്റ്റ് അല്ല, വളരെ വൈഡായിട്ടുള്ള സബ്ജക്ട്സ് ആണ്. എന്നിരുന്നാലും പോലും ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, നമുക്കിത് 3 ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തീർക്കണം. എങ്ങനെ തീർക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറെ ഉണ്ട്, ഇത് ഓരോ ഭാഗം പറയാൻ കുറെ ഉണ്ട്. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. ബന്ധമുണ്ടോ? പിന്നെ എന്തിനാണ് ഇത് പഠിക്കുന്നത്? Education psychology helps the teacher understand the students, improve their ability. The field of education psychology involves the study of memory, theoretical process, and individual differences via cognitive psychology, and in conceptualizing new strategies for learning process in humans. Educators change the teaching methods and environment so that the maximum number of students is served into the general education environment. ഓക്കെ, അപ്പൊ അധ്യാപകരും എഡ്യൂക്കേഷൻ സൈക്കോളജിയും തമ്മിൽ എന്തിനു വേണ്ടിയിട്ടാണ് അധ്യാപകർ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത്? ടീച്ചേഴ്സ് ഹെൽപ്സ് the teacher to understand the students, improve their ability. കുട്ടികളെ മനസ്സിലാക്കാൻ, അവരുടെ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തുടക്കം വന്ന് പഠിച്ച എന്താണ്? എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് അല്ലെ? അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഭാഗത്തും, ഓരോ മേഖല, കുട്ടിയുടെ ഓരോ ദിവസത്തിലെ ഓരോ സ്റ്റേജസിലും കുട്ടിയിൽ എത്രത്തോളം ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റഡി ഓഫ് മെമ്മറി ആണ്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 2 ടൈപ്പ് ഓഫ് മെമ്മറി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണോ? അത് നമ്മുടെ ഹെമിസ്ഫിയർ ആണ്, റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ. ഓക്കെ, അല്ലാതെ മെമ്മറി ഏതൊക്കെയുണ്ട്? ഇവിടെ നോട്ടെ പഠിപ്പിച്ചെന്നോളാം കേട്ടോ. പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റിയൊരു കാര്യമല്ല.
നമുക്ക് ലോങ് ടേം മെമ്മറി, ചെറിയ സിമ്പിൾ ആയിട്ട് പറയാം. ലോങ് ടേം മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്. ഇതിന്റെ വ്യത്യാസം എന്തായിരിക്കും? ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ എത്ര സമയം ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങൾ അല്ലേ? സെക്കൻഡുകൾക്ക് മറക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അല്ലെ ഷോർട്ട് ടേം മെമ്മറി. സെക്കൻഡ്സുകൾക്ക് മാത്രമേ നിൽക്കുള്ളത്. പക്ഷെ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി കിടക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ? യെസ്, ഓക്കെ. അതായത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്നൊക്കെ പറഞ്ഞ കുറെ മെമ്മറീസ് ഉണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അത് നിൽക്കട്ടെ. യെസ്, അപ്പോ എഡ്യൂക്കേഷൻ ഫീൽഡില്, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫീൽഡിൽ വരുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് മെമ്മറിനെ കുറിച്ച്. അപ്പൊ മെമ്മറി കുട്ടികളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആദ്യം തിരിച്ചറിയണം അല്ലെ? മെമ്മറി പവർ, മെമ്മറി കപ്പാസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഒരു അക്കാദമിക് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഓർമ്മയില്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഈ ബിഹേവിയറിനോടൊപ്പം തന്നെ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് മെമ്മറി അല്ലെ? ഒരു ഓർമ്മശക്തി കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. എത്രത്തോളം അതിന് വേണ്ടിയിട്ട് നമ്മൾ മെമ്മറി ടെക്നിക്സുകളൊക്കെ കൊണ്ടുവരുന്നത് കുട്ടികളുടെ ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫീൽഡിൽ നമ്മൾ എന്താണ് മെമ്മറിനെ കുറിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ദെൻ തിയററ്റിക്കൽ പ്രോസസ്. എന്താണ് തിയററ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്? തിയറികളിലൂടെ പഠിപ്പിക്കും. തിയറീസ്, നമ്മൾ പഠിക്കുന്ന തിയറികൾ നമ്മൾ ക്ലാസ് മുറികളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പഠിച്ചതാണ് അല്ലെ? നമ്മള് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലാണെങ്കിലും മെയിൻ സൈക്കോളജി ആണെങ്കിലും എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എവിടെയും ഒരേപോലെ തന്നെയാണ് അല്ലെ? എല്ലാവരും. ഓക്കെ, യെസ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ പിന്നെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഇൻ കോൺസെപ്റ്റലൈസിങ് ന്യൂ സ്ട്രാറ്റജീസ് ഫോർ ലേണിംഗ് പ്രോസസ് ഇൻ ഹ്യൂമൻസ്. നമ്മൾ ഈ മെമ്മറീസിനെ കുറിച്ചിട്ട്, മോട്ടിവേഷൻസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, മറ്റ് തിയറീസ്, ടെക്നിക്സ്, ഇതെല്ലാം തന്നെ ആശയവൽക്കരിക്കുക. കോൺസെപ്റ്റലൈസ് എന്ന് പറയുന്നത് ആശയവൽക്കരിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ പുതിയ സ്ട്രാറ്റജീസ്, പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവന്ന് കുട്ടികളിലെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ആ ഒരു പഠന പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രിൻസിപ്പിൾസും ടെക്നിക്സും മെത്തേഡ്സ് ഒക്കെ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൂടെ മാത്രമാണ് നമുക്ക് കുട്ടികളുടെ, ഇപ്പോ നമ്മുടെ സ്കൂളിൽ പഠിച്ച എല്ലാ ടീച്ചേഴ്സും എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. എല്ലാവരും അവരുടെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാ ടീച്ചേഴ്സും ഇത് പഠിച്ചിട്ടുണ്ടാവും എഡ്യൂക്കേഷൻ സൈക്കോളജി. എങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് കുട്ടികളെ ലീഡ് ചെയ്യാം, ഓക്കെ, എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടെങ്കിലും അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലത്തെ ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. യെസ്, ഒരു വലിയ ടോപ്പിക് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതിന്റെ കുറച്ച് പാർട്സ് എങ്കിലും നിങ്ങൾ, എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകണതിന് മുമ്പ് നിങ്ങളിത് പഠിച്ചിട്ടാണ് പോകുന്നത് നല്ലത് കേട്ടോ. ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പ് ഇത് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. യെസ്, ഓക്കെ. Then educators change the teaching methods and environment so that the maximum number of students is served in the general education environment. ഇതാണ് ഈ ഒരു പോയിന്റിൽ എങ്ങനെ പറയുന്നത്? Educators change the teaching methods and environments. നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് ക്ലാസ് എടുക്കാം. എല്ലാ കുട്ടികൾക്കും മനസ്സിലാവോ? എല്ലാ കുട്ടികൾക്കും മനസ്സിലാവോ? നമ്മൾ കൊടുക്കുന്ന ക്ലാസ് മുറിയുടെ അന്തരീക്ഷം അല്ലെ? നമ്മൾ കൊടുക്കുന്നത് ഭയങ്കര ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ. കുറച്ച് കുട്ടികൾ, ഒരു 25 പേരിൽ 5 പേര് ചിലപ്പോൾ മനസ്സിലാവായിരിക്കും അല്ലെ? 5 പേര് ചിലപ്പോൾ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ ബാക്കിയുള്ള കുട്ടികളോ അവർക്കറിയില്ല അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കുട്ടികളിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ടീച്ചിങ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം അല്ലെ? അതാണ് എല്ലാ അധ്യാപകരും ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയുന്ന തിയറീസിലെല്ലാം തന്നെ എന്താണ്? കുട്ടികളിൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അവരെ വില്ലിംഗ് ആക്കുന്ന രീതിയിലുള്ള മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്. മാത്രമല്ല നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ആ ലേണിംഗ് സിറ്റുവേഷൻ, നമ്മൾ ഇരിക്കുന്ന ക്ലാസ് മുറിയിൽ തന്നെ എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് എല്ലാ കുട്ടികൾക്കും ഒരേപോലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതായത് മാക്സിമം കുട്ടികൾക്ക് അവർക്ക് അർഹിക്കുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും ചുറ്റുപാട് പ്രൊവൈഡ് ചെയ്യാനും ആയിരിക്കണം നമുക്ക് കഴിയുന്നത്. ഓക്കെ, ഒരിക്കലും
ഒരിക്കലും ഒരാളെ ഫോക്കസ് ചെയ്ത് എല്ലാ കുട്ടികളും 140 മേലെ IQ ഉള്ള കുട്ടികളൊന്നും അല്ല അല്ലെ. ഈ പഠിപ്പിക്കുന്ന നമ്മൾ പോലും ചിലപ്പോൾ ആയിരിക്കില്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അത് പരിഗണിച്ചിട്ട് മാക്സിമം നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ജനറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും സ്ട്രിക്ട്ലി ക്ലാസ് റൂമിൽ കുട്ടികൾ ഒരിക്കലില്ല. ഫിസിക്കൽ പ്രസൻസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കുന്നുണ്ടാവില്ല. ഓക്കെ, യെസ്, അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് പിക്ക് ചെയ്തിട്ടേ. അടുത്ത ക്ലാസ്സിൽ ഇച്ചിരി കൂടെ ഒന്ന് സ്പീഡിൽ എടുത്തോ കേട്ടോ. തുടക്കമില്ലാന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ വഴി പോയത്. നമുക്ക് അടുത്ത ഫ്രൈഡേയിൽ ഇത് തീർക്കാം. അടുത്ത ഫ്രൈഡേയില്, അതായത് തേഴ്സ്ഡേ ഞാനായിരിക്കും, അടുത്ത ഫ്രൈഡേ ഞാനായിരിക്കും. അപ്പൊ 3 ക്ലാസ് കൊണ്ട് തീർക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഫ്രൈഡേ തന്നെ എന്തായാലും ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. ക്ലാസ് തീരുന്ന അന്ന് തന്നെ മോക്ക് ടെസ്റ്റ് ഇടാം. അന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ. അന്ന് തന്നെ ചെയ്യാം. അന്ന് തന്നെ ഇടാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാം. ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ പച്ചവെള്ളം പോലെ പഠിച്ചു വെക്കാം. ഈ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം കേട്ടോ. ഇതിന്നില്ലാതെ അല്ലെങ്കിൽ ഇതിൽ എക്സ്ട്രാ ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് തരാണെങ്കിൽ അതും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വേറെ ആരും ഒരു ടെൻഷൻ അടിച്ചിട്ടൊന്നും എക്സാം എഴുതണ്ട. ഇത്ര സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും എത്ര ഉണ്ടായുള്ളൂ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അതിനാണ് പറഞ്ഞ മോക്ക് ടെസ്റ്റ് വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോ. എല്ലാ ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ്, പ്രത്യേകിച്ച് പാർട്ട് 1 and 2 നന്നായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഒരിക്കലും മാർക്ക് വരുന്നത് നമ്മള് നമ്മുടെ IQ പഠിപ്പിച്ചാൽ നേരെ ടീച്ചർ. IQ അല്ലേ പഠിപ്പിച്ചത് നമ്മള്? IQ പ്രപ്പോസ് ചെയ്തത് ആരാണ്? അല്ലേ മിസ്സേ? ഫസ്റ്റ് IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് ബിനറ്റ്. ആൽഫ്രഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, രണ്ട് വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. പെട്ടെന്ന് IQ എന്ന് കാണിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൽഫ്രഡ് ബിനറ്റ് പോയി ക്ലിക്ക് ചെയ്യരുത്. IQ പ്രപ്പോസ് ഫസ്റ്റ് കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് വില്യംസ്റ്റൺ. മറ്റേത് ആരാണ്? IQ ഫസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതാണ് ആൽഫ്രഡ് ബിനറ്റ്. പക്ഷെ ഇപ്പോഴും പറയുന്നത് ഫാദർ ഓഫ് IQ ടെസ്റ്റ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനറ്റിനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോൺസെപ്റ്റ് വില്യംസ്റ്റൺ, IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത ആൽഫ്രഡ് ബിനറ്റ്. ഓക്കെ, ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട്. സൈൻ ഔട്ട് ഞാൻ പറയാം മിസ്സേ. Thank you for your wonderful class. Thank you for your effort. Thank you everyone. Thank you friends. See you next class. Okay, thank you. Have a nice day. താങ്ക് യു മാം. Thank you. എനിക്ക് വേറെ ക്ലാസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തുന്നത്. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ.